ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ. ദേവമാതാവ് ലോകം മുഴുവൻ്റെയും അമ്മയാണ്. നാം അനുകരിക്കേണ്ട ഏറ്റവും വലിയ മാതൃക മാതാവാണെന്നും ശത്രുവിൻ്റെ മേൽ വിജയം വരിക്കുവാൻ പരിശുദ്ധ അമ്മ നൽകിയ ആയുധമായ ജപമാല എപ്പോഴും കൈവശം വേണമെന്നും വിശുദ്ധ പാദ്രി പിയോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ കാൽവരിയിൽ നമുക്ക് നൽകിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയിൽ കടാക്ഷിച്ചു. ഈ തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന വിനയം എന്ന ഭാവം നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ ദാസി, എനിക്ക് സ്വന്തമായി ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ഞാനും എനിക്കുള്ളതും ദൈവത്തിൻ്റെതാണ് എന്ന ഉറച്ച ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. അതിനാലാണ് ഇതാ കർത്താവിൻ ദാസി, നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ ജീവിതം കൊണ്ട് മാതൃക നൽകിയത്. ഇതുതന്നെയാണ് വിനയം എന്ന പുണ്യത്തിൻ്റെ കാതൽ. നമ്മുടെ കഴിവുകളിലും പ്രത്യേകതകളിലും അറിവിലും അഹങ്കരിക്കാതെ എല്ലാം ദൈവം നൽകിയ ദാനമാണ് എന്ന ബോധ്യത്തോടു കൂടെ അതിനെ അംഗീകരിക്കുകയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അതിനെ വളർത്തുകയും വികസിപ്പിക്കുകയും അത് വിനിയോഗിക്കുകയും ചെയ്യുന്നതാണ് വിനയം. ചെറുപ്പത്തിൽ വല്യമ്മച്ചി പരിശുദ്ധ അമ്മയുടെ രൂപം കാണിച്ചുകൊണ്ട് ഇതാണ് പരിശുദ്ധ അമ്മ, അമ്മയോട് അപേക്ഷിക്കുന്നത് സാധിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ അമ്മ തല കുനിച്ച് നിൽക്കുന്നതും കൈകൂപ്പി നിൽക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വല്യമ്മച്ചി പറഞ്ഞു, ഇത് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധ അമ്മയുടെ വിനയഭാവമാണിത്. പ്രിയപ്പെട്ടവരെ, സ്വയം താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തും. നമ്മുടെ കഴിവുകളോ യോഗ്യതകളോ ഒന്നുമല്ല നമ്മുടെ ജീവിതം, എല്ലാം ദൈവത്തിന് ദാനമാണ് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.